ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ദേ ചടപടേന്ന് ഒരുങ്ങുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ. നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. പുറത്ത് എന്തിനാണ് പോകുന്നത്, എന്താവശ്യത്തിനാണ് പോകുന്നത്, ആരൊക്കെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പം ഞാൻ ഓൾറെഡി നേരം വൈകിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരുങ്ങാണ് കേട്ടോ. ഒരുങ്ങുന്നതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ വേഗം എന്തൊക്കെയോ കാട്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ കമ്മലൊന്ന് മാറ്റി കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു മുട്ട് കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ് ബാം കുറച്ച് നേരത്തെ ഇട്ട് വെക്കുകയാണ്, കാരണം നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കറുത്ത പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ണ് മുകളിൽ എഴുതി കൊടുക്കട്ടെ. എത്ര നേരം ഇല്ലെങ്കിൽ കണ്ണ് ഞാൻ എഴുതുന്നുണ്ട്. വേറെ ഒന്നും കണ്ടില്ല, എൻ്റെ കണ്ണിന് ഭയങ്കര ക്ഷീണമായിരിക്കും കണ്ണ് എഴുതിയില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ കണ്ണ് വേഗം എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കണ്ണും ശരിയാവില്ല, മുടിയും ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. അപ്പോൾ അതുപോലെ തന്നെ പതിവ് പോലെ തന്നെ കണ്ണ് തെറ്റിപ്പോയിരുന്നു കേട്ടോ. ഒരു ഭാഗം ശരിയായി, ഒരു ഭാഗം ശരിയല്ല. പിന്നെ അത് മായ്ക്കാണ്ട് പോയിട്ട് കാര്യമില്ല. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതൊക്കെ ആയിപ്പോയി. പിന്നെ അത് മായ്ച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ ഒരു ചെറിയ വാലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാലിട്ടില്ലെങ്കിൽ എൻ്റെ കണ്ണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഗൈസ്. അതുകൊണ്ട് വാലിട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലിപ് ബാമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക് നല്ല ചടപടയെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ചേച്ചിൻ്റെ കയ്യിലുള്ളൂ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. സംഭവം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ മീഷോന്ന് വാങ്ങിയ പൊട്ട ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, ഞാൻ ഉപയോഗിക്കാറില്ല. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്. എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡേ ഉള്ളൂ, DLC 025. അതിപ്പോൾ ഫേമസ് ആയിക്കൊണ്ട് ട്രെൻഡിങ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. അതിപ്പോഴാണ് ട്രെൻഡിങ് ആയതെങ്കിലും എൻ്റെ കയ്യിൽ ഇത് മുൻപേ ഉണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക് ആയിരുന്നു, പക്ഷേ അതിപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടുന്നു. എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നല്ല ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്തായാലും എൻ്റെ ചുണ്ട് നല്ല അടിപൊളിയായി വരും. പിന്നെ ഹെയർ സ്റ്റൈൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, നമ്മൾ സ്ഥിരം കെട്ട് അതന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നേരില്ലാത്തപ്പോൾ കെട്ടുന്ന കെട്ടാണ്. പിന്നെ എനിക്ക് പൊതുവേ കൂടുതൽ ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല, പരീക്ഷിക്കാറുമില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് പിന്നെ ഒരു വാച്ചും കൂടെ ഭംഗിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും എന്നെ കാത്തിരിക്കുന്നുണ്ട്. അവർ കുറേ നേരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അവസാനം എനിക്ക് വിളി വന്നു. അങ്ങനെ ഞാൻ ചട്ടപ്പടേന്ന് ഒരു ഷൂവും കൂടെ കുത്തി കയറ്റി ഇട്ട് കൊടുത്തിട്ട് ദേ താഴേക്ക് ഓടുകയാണ്. എൻ്റെ കൂടെ പാറുമോളും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ താഴേക്ക് പടപടേന്ന് നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് താഴെ എത്തിയിട്ട് വേണം അവരെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഈ ചേച്ചി എങ്ങോട്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത്, കാര്യങ്ങളൊന്നും നമ്മളോട് സംസാരിച്ചില്ലല്ലേ, എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ. അപ്പം ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ദേ അവസാനം വെച്ച് ഓടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സിസ്റ്ററും ഉണ്ട്, പിന്നെ എൻ്റെ നാത്തൂൻ ബോൾഗേച്ചിയും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ എല്ലാവരും ഞങ്ങൾ മൂന്നാളും കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഞങ്ങൾ മൂന്നാളും കൂടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഒരു നാത്തൂനും കൂടെ ഉണ്ട്. നാത്തൂനെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ആൾ ഓഫീസിലാണ്, അപ്പോൾ വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇറങ്ങാൻ സമയമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 4-4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് നമ്മൾ ടൗണിൽ കൽപ്പറ്റ എത്തി അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നിടത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ ഒരു ഓട്ടോ എല്ലാം വിളിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൽപ്പറ്റയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ദേ ഹെയർ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അവസാനതേ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടോ എൻ്റെ ഹെയറാണ്. എൻ്റെ ഹെയർ അല്ല, അതേ എൻ്റെ അനിയത്തിയുടെ ഹെയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. എന്താ പറയുന്നത്, നല്ലോണം നീട്ടിക്കൊണ്ട് വന്ന ഹെയറായിരുന്നു കേട്ടോ. ഭയങ്കര മടിയായിരുന്നു വെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ആണെങ്കിൽ അവളെ മുടിയൊക്കെ കൊഴിഞ്ഞ് ഉള്ളെല്ലാം പോയി, കട്ടിയെല്ലാം കുറഞ്ഞപ്പോൾ അവൾ വിചാരിച്ചു എന്തായാലും വെട്ടാമെന്ന് വിചാരിച്ചിട്ട് മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം വെട്ടാമെന്ന് വിചാരിച്ചു. അവർ രണ്ടാളും കൂടെ അതേ ഓരോ വീഡിയോയും ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്, ഞാനും നാത്തൂനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിതേ അഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടി പാർലറിലേക്കാണ് വന്നത്. അങ്ങനെ ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വരുമ്പോൾ. പിന്നെ ഹെയർ എല്ലാം കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ തിരക്കായിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്, നല്ല ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഭയങ്കര നാണൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീട്ടിൽ നിന്ന് അമ്മ മുടിയൊന്ന് അറ്റം മുറിച്ച് കൊടുക്കാന്നല്ലാണ്ട് ആൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ ഒന്നും ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുടി എത്രത്തോളം വെട്ടുന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നാത്തൂനാണെങ്കിൽ ഹെയർ കട്ട് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. അതായത് നല്ല ഷോർട്ടായിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആൾ പറയുന്നുണ്ട് നല്ല കയറ്റി വെട്ടിക്കോ എന്ന് പറയുന്നുണ്ട്. ഇവക്കാണെങ്കിൽ ഒരു ഉൾപ്പേടി ഉണ്ട് കേട്ടോ. ഒന്നും പറയുന്നില്ലെങ്കിലും മുഖത്തത് നല്ലോണം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുടീൻ്റെ ഉള്ളും ഒക്കെ പോയി. അപ്പോൾ നമുക്ക് വെട്ടിയിട്ടാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ. കാരണം വെറുതെ കോലമുടി പോലെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളൂല. അപ്പോൾ അവൾക്ക് തന്നെ തോന്നി, അങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് തോന്നുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഏകദേശം കട്ടിങ് ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, കഴിയാനായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഹെയർ എല്ലാം വാഷ് ചെയ്തിട്ട് ആ നനഞ്ഞ മുടിയോടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ കുറേ ഫോട്ടോസ് എടുത്ത് കുറേ വീഡിയോസ് എടുത്ത് ഞങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചൊന്ന് ത്രെഡ് ചെയ്യാമെന്ന്, പിന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ വിചാരിച്ച് വേണ്ട, എപ്പോഴെങ്കിലും വേറെ എപ്പോഴെങ്കിലും ചെയ്യും. ഇപ്പം ഒന്നും ഫംഗ്ഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോഴാണ്
എന്താ പറയുന്നത് ത്രെഡൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെയ്യാമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, പേടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ടാന്ന്. അങ്ങനെ ദേ ഏകദേശം എല്ലാം നമ്മുടെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഫുള്ളൊക്കെ ഇനി കാടാട്ടോ. ഇനി പിന്നെ ദേ ഡ്രയർ വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ വോയിസ് ഓവർ ഞാനിപ്പോൾ ഒന്ന് പതുക്കെ പറയുന്നുണ്ട്, കാരണം രാത്രിയാണ് കൊടുക്കുന്നത്, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ അവസാന സ്റ്റേജായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാണ് അവളുടെ ഫേസ് തന്നെ മാറി നല്ല അടിപൊളി ലുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഹെയർ കട്ട് ചെയ്തപ്പോൾ തന്നെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയർ കട്ട് ചെയ്തപ്പോൾ അവളുടെ ഫേസിന് തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം വന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കോലായി തൂങ്ങി കിടക്കുന്ന മുടിനെക്കാട്ടി രസത ഇങ്ങനെ കിടക്കുന്നതാണിത്. എന്നും ഇങ്ങനെ കിടക്കുമെന്നൊന്നും അറിയില്ല, ഇപ്പോൾ ഇവർ സെറ്റാക്കി തന്നെയാണ്. എന്നാലും വെട്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ഭാഗം മാത്രം വെച്ചിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. കാരണം ഈ കോല് പോലെ തൂങ്ങി കിടക്കുന്നതിനെക്കാട്ടി രസം കുറച്ച് കട്ടിയിലിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് ഹെയർ കട്ട് ചെയ്ത സ്റ്റൈൽ. നമ്മൾ ലെയർ കട്ടാണ്, ബട്ടർഫ്ലൈ കട്ടോ ലെയർ കട്ട് എന്തോ ആണ്, ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അതായിരുന്നു. അങ്ങനെ ഇവർ രണ്ടാളും നല്ലോണം ഹെയറൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആയി വന്നപ്പോൾ ഞാനിങ്ങനെ പറയണം, പാവം ഞാൻ മുടിയൊന്നും മുറിച്ചിട്ടില്ല എന്ന്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഹെയർ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. അനിയത്തിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് അവളുടെ ഫേസോ കണ്ടിട്ട്. ഞങ്ങൾ പിന്നെ ജ്യൂസ് കുടിക്കുമ്പോൾ നാത്തൂനെ ഒന്നും കൂടെ വിളിച്ചു നോക്കുന്നുണ്ട്, നമ്മളുടെ മൂത്ത നാത്തൂനെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ പിന്നെയും പറയാണ് വരാനായില്ല ഇറങ്ങാനായില്ല എന്ന്. പിന്നെ നമ്മൾ ലൈമ് പറഞ്ഞു, അവർ രണ്ടുള്ള ലൈമ് പറഞ്ഞു. ഞാൻ ചായയാണ് പറഞ്ഞു, എനിക്ക് തണുപ്പ് കുടിക്കുമ്പോൾ പല്ലെല്ലാം വേദനയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ചൂടുള്ള ചായ മതി പറഞ്ഞിട്ട് അതും. പിന്നെ നല്ല അടിപൊളി ഷവർമ്മ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷവർമ്മ, അതും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പഴംപൊരിയും കൂടെ പാർസൽ വാങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നല്ല ഷവർമ്മ അടിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ പഴംപൊരിയും, പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നല്ലോണം കഥയെല്ലാം പറഞ്ഞു, എന്താ പറയുന്നത് ആസ്വദിച്ചിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും പായസം കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞാൻ മൂത്തമ്മൻ്റെ അവിടെയാണ് വന്നത്. അപ്പോൾ സ്വത്തും നന്ദും എല്ലാവരും ഇവിടെ ഇരുന്ന് പായസം കുടിക്കണം. നല്ല അരിപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂത്തമ്മ. അപ്പോൾ ഒരു ഗ്ലാസ് എനിക്കും തന്നു. അപ്പോൾ അത് അകത്ത് പോലും കയറാണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാതെ വരെല്ലാം കൂടെ ടാറ്റാ ബൈ, സീ യു.